ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിജയ് കിച്ചൺ ആർട്ട്. ഇന്ന് മറ്റൊരു ക്രിസ്മസ് സെലിബ്രേഷനാണ്. ഇന്നലെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. ഇന്ന് ഞങ്ങൾ മറ്റൊരു ഫാമിലിയെ വീട്ടിൽ വിളിച്ചിരിക്കുകയാണ്. ഇതും മോനുണ്ടാക്കിയ ബിരിയാണിയാണ്. ഇന്നലെ ചിക്കൻ ബിരിയാണി, ഇന്ന് മട്ടൺ ബിരിയാണി, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഞാൻ കുറച്ച് വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായ വട്ടയപ്പം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ സ്റ്റ്യൂവും കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾ ഇച്ചിരി മധുരം കുറച്ചിട്ട് ഞങ്ങൾ എന്തെങ്കിലും സ്റ്റ്യൂ ഉണ്ടാക്കി അതിൻ്റെ കൂടെയാണ് ഞങ്ങൾ വട്ടയപ്പം സാധാരണ കഴിക്കാറ്. ബിരിയാണിയുടെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്. നല്ലൊരു കിടിലൻ ചിക്കൻ സ്റ്റ്യൂ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സാലഡ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കുക്കുംബറും കൂടെ കണ്ടിച്ചെടുക്കുകയാണ്. അവരൊക്കെ വരാൻ നേരമായി. അപ്പോൾ ഞാൻ വേഗത്തിൽ ഇതൊന്നും കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ എല്ലാമായി. അങ്ങനെ നമ്മുടെ സാലഡും റെഡിയായി കഴിഞ്ഞു. കേക്ക് കട്ടിങ് 2 വീട്ടിലെയും ഇളയ കുഞ്ഞുങ്ങൾ തന്നെ ഒരുമിച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അങ്ങനെ 2 പേരും കൂടെ ചേർന്ന് കേക്ക് കട്ട് ചെയ്യുവാണ്. എല്ലാവരും ഹാപ്പി ക്രിസ്മസ് ഒക്കെ പാടി അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു. എല്ലാവരും ഇച്ചിരി കേക്കൊക്കെ കഴിച്ചിട്ട് ഇനി ഞങ്ങൾ ചോറ് കഴിക്കാനുള്ള പ്ലാനിലാണ്. ഞങ്ങൾ തറയിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സുഫ്രയൊക്കെ വിരിക്കുവാണ്. അപ്പോൾ സൗദി അറേബ്യയിൽ തറയിലിരുന്ന് കഴിക്കുന്നത് ഒരു പ്രത്യേക ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങളും തറയിൽ സുഫ്രയൊക്കെ വിരിച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് വയ്ക്കാൻ പോവുകയാണ്. ആദ്യം വട്ടയപ്പവും ചിക്കൻ സ്റ്റ്യൂവും കൂടെ കഴിക്കുവാണ്. അപ്പം ഞാനിങ്ങനെ വട്ടയപ്പം കുറച്ച് നുറുക്കി വെച്ചിരുന്നു. ബാക്കിയുള്ളത് ഞാൻ 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനതെല്ലാം കൂടെ നുറുക്കി അത് വിളമ്പുവാണ്. വട്ടയപ്പം നുറുക്കി കഴിഞ്ഞപ്പോൾ മോള് സ്റ്റ്യൂവുമായിട്ട് എത്തി. അപ്പോൾ ഇനി അങ്ങോട്ട് സെർവ് ചെയ്താൽ മതി. മോന് ബിരിയാണി എടുത്തുകൊണ്ട് വന്ന് വെച്ചു. അപ്പോൾ ഇനി എല്ലാവരും കൂടെ തറയിലിരുന്നങ്ങ് കഴിച്ചോണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഭക്ഷണമായിരുന്നു. അപ്പോൾ എല്ലാവരും ആവശ്യത്തിന് കഴിച്ചു. ഓരോരുത്തർക്കും എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് സെർവിങ് ആയിരുന്നു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം വേണ്ടേ? അപ്പോൾ ഡെസേർട്ടായിട്ട് ഞാൻ പ്രഥമനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, പരിപ്പ് പ്രഥമൻ. അപ്പോൾ അതും എല്ലാവരും കഴിച്ചു. ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് വന്നപ്പോൾ കൊണ്ടുവന്നാണ്. കുറച്ച് പക്കോടിയും കുറച്ച് കേസരിയും. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അത് കഴിക്കാനായിട്ട് വയറിൽ സ്ഥലമില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന ക്രിസ്മസ് ഗിഫ്റ്റാണ്. ബാഗും സ്വെറ്റേഴ്സും എല്ലാം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇനി കുറച്ച് എൻ്റർടൈൻമെൻറ്റ് സമയമാണ്. ബാക്ക്ഗ്രൗണ്ട് छोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे.